ഇപ്പോൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിലൊരു 12 മണിക്കൂറോ മറ്റോ നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയിലുള്ള പ്രാഥമികമായിട്ടുള്ള ഉറക്കമടക്കമുള്ള കാര്യങ്ങൾ മതി. ബാക്കിയുള്ള 12 മണിക്കൂർ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാം. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലൊക്കെ, പ്രത്യേകിച്ച് നെറ്റൊക്കെ എഴുതുന്ന മഹാഭൂരിപക്ഷ ആളുകളും യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെയാണ്. മാത്സിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഒരു കാര്യത്തെ നമ്മൾ മാത്സ് ക്വസ്റ്റ്യനായിട്ട് അഭിമുഖീകരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തിൻ്റെ 50% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇൻറ്റു 50/100 എന്നൊക്കെ ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളവിടെ ചെയ്യുന്നത് എന്തുവാ, ആ ഉള്ളതിൻ്റെ പകുതിയാക്കി പോരെ. ഇപ്പം നമ്മൾ അതേ വിദ്യാർത്ഥിക്ക് തന്നെ ഒരു 6 മുട്ടായി കൊണ്ട് കൊടുത്തിട്ട് പകുതി എടുത്തിട്ട് പകുതി സുഹൃത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ അവർ 3 എടുക്കും. പക്ഷേ ഇതേ സാധനം ഒരു ചോദ്യമായിട്ട് വന്നാൽ പിന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും ഫ്രാക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇന്ത്യ മുഴുവൻ ഒരു 25,000 പേരൊക്കെ ഇപ്പോൾ ലോയുടെ തന്നെ നെറ്റ് എക്സാം എഴുതുന്നുണ്ട്. അതിലൊരു ടോപ്പ് 6 ആവണമെങ്കിൽ ഒരു നല്ലൊരു മെൻറ്ററിൻ്റെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെയൊക്കെ സഹായം വേണം എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ നെറ്റ് കോച്ചിങ് കൊടുക്കുന്ന സെൻറ്ററിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടത് വെച്ചിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് വെച്ചിട്ടാണ് ഐപ്ലസിൽ ജോയിൻ ചെയ്തത്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിലേനിയനാണ്. ലോ സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ജൂൺ 2025 സൈക്കിളിൽ നമ്മുടെ തിരുവനന്തപുരം ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. മിലേനിയനെ വിജയരഹസ്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. മിലേനിയൻ, തുടക്കത്തിൽ നമ്മൾ തമ്മിലിപ്പോൾ കുറച്ച് നാളായിട്ട് പരിചയമുണ്ട്. എങ്കിലും ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മിലേനിയൻ്റെ ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ? ഇതുവരെയുള്ളത്. ഞാനൊരു അഡ്വക്കേറ്റാണ്. LLB 2023 പാസ്സായി. അതിനുശേഷം ഒരു അധ്യാപകനാകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മാസ്റ്റേഴ്സ് എടുത്തു. ഇൻ്റർനാഷണൽ ട്രേഡ് ലോയിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. അങ്ങനെ LLMന് ശേഷം പിന്നെ ഞാൻ ഉടനെ തന്നെ ഒരു അധ്യാപകനായിട്ട്, കാരണം ഈ പറയുന്ന കേരളത്തിലായാലും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമായാലും തുടക്കക്കാരായ അധ്യാപകർക്കൊക്കെ ശമ്പളം എന്നുള്ളത് കുറവാണെന്നുള്ള സത്യമാണ്. അപ്പം ഞാൻ LLM പഠിച്ച ഇൻ്റർനാഷണൽ ട്രേഡ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യാം, എന്നിട്ട് പിന്നൊരു നാളിലേക്ക് ഒരു അധ്യാപകനായിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ LLM പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 വട്ടം നെറ്റ് എഴുതി. ആ സമയത്തൊന്നും പഠിച്ചിട്ടില്ല, എഴുതി. PhD ഓൺലി മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, നെറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ LLM കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നെറ്റ് എന്നുള്ളതൊന്ന് സേഫാക്കി വെക്കണം. പിന്നെ വേറെ ഏത് പ്രൊഫഷനിൽ വേറെ ഏത് ജോലിക്ക് പോയാലും നെറ്റ് സേഫാക്കി വെച്ചേക്കാം. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ LLB 5 വർഷം പഠിച്ചു, അത് കഴിഞ്ഞ് 1 വർഷം LLM പഠിച്ചു. അപ്പോൾ ആ ഒരു പേസിൽ തന്നെ നെറ്റും പഠിച്ചൊന്ന് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു വിചാരം ഉണ്ടായി. അങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായം വേണം എന്നുള്ളൊരു തോന്നലുണ്ടായത്. കാരണം ഈ ഒരു ഇന്ത്യ മുഴുവൻ ഒരു 25,000 പേരൊക്കെ ഇപ്പോൾ ലോയുടെ തന്നെ നെറ്റ് എക്സാം എഴുതുന്നുണ്ട്. അതിലൊരു ടോപ്പ് 6 ആവണമെങ്കിൽ ഒരു നല്ലൊരു മെൻറ്ററിൻ്റെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെയൊക്കെ സഹായം വേണം എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ നെറ്റ് കോച്ചിങ് കൊടുക്കുന്ന സെൻറ്ററിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടത് വെച്ചിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് വെച്ചിട്ടാണ് ഐപ്ലസിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷമാണ് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് നെറ്റ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അതിനു മുമ്പുള്ള പരീക്ഷകളിൽ നെറ്റിൻ്റെ സിലബസ് പോലും നോക്കിയിട്ടില്ല. ഞാൻ സെക്കൻഡ് പേപ്പർ ലോ ഓൾറെഡി നമ്മളൊരു 5-6 വർഷമായിട്ട് പഠിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങളും, പിന്നെ ഫസ്റ്റ് പേപ്പർ മാത്സ് എനിക്ക് അത്യാവശ്യം അറിയാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു കോമൺ സെൻസ് വെച്ച് അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഞാൻ പിന്തുടരുന്നത്. അപ്പോൾ അത് പോരാന്നുള്ളത് വളരെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ഇതിന് സാധ്യമാകും എന്നൊക്കെ മനസ്സിലായത് ഐപ്ലസ് വന്നതിന് ശേഷമാണ്. അങ്ങനെ ഐപ്ലസിൻ്റെ ഈ ഒരു 3 മാസമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 3 മാസം വളരെ കൃത്യമായിട്ട് ഐപ്ലസിൻ്റെ ഫാക്കൽറ്റീസൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആയിരുന്നു നമ്മളോട് അപ്രോച്ചൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കോച്ചിങ്ങിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പം നെറ്റ് എക്സാം ക്വാളിഫൈ ആയപ്പോഴും എൻ്റെ സെക്കൻഡ് പേപ്പറിൻ്റെ മാർക്കിൽ വലിയ വ്യത്യാസമില്ല. ലോ പേപ്പറിൽ ഞാൻ മാർക്ക് അധികം വർദ്ധിച്ചിട്ടില്ല. എന്നാലും ഫസ്റ്റ് പേപ്പറിൽ വളരെ കൃത്യമായിട്ടുള്ള ഈ ഓഫ്ലൈൻ കോച്ചിങ്ങിൻ്റെ സഹായത്തോടു കൂടി മാർക്ക് വർദ്ധിപ്പിക്കുകയും അങ്ങനെ നെറ്റ് ക്രാക്ക് ചെയ്യാനും സാധിച്ചു. സന്തോഷം. മിലേനിയനെ ഞാൻ ക്ലാസ്സിൽ ഓർക്കുന്നു. മാത്സിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളിലേക്ക് എത്തുകയും ആ കോമൺ സെൻസ് എന്നുള്ള കാര്യം അപ്ലൈ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ
ഇന്നൊരു വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴും ഒരു നല്ല അധ്യാപകന് വേണ്ട മാനറിസങ്ങൾ, ശബ്ദവും ആ പോയിന്റുകൾ കൃത്യമായ ഓർഡറിൽ അവതരിപ്പിക്കാനുള്ള കഴിവും ഒക്കെ ഞാൻ കാണുകയുണ്ടായി. കൺഗ്രാറ്റ്സ്. തീർച്ചയായിട്ടും ജോലിയിലേക്ക് പോയി എക്സ്പീരിയൻസ് നേടുന്നതും അധ്യാപനത്തിന്റെ ഒരു പാർട്ടാണ്. എനിക്ക് ഉണ്ടായ നല്ല അധ്യാപകർ എല്ലാവരും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കൂടി ഉള്ളവരാണ്. കാര്യം നല്ല ഉദാഹരണങ്ങൾ പറയണമെങ്കിൽ ഒരു അധ്യാപകൻ അനുഭവങ്ങൾ കൂടി ഉണ്ടാവണം എന്ന് കരുതുന്ന ആളാണ്. പുസ്തകങ്ങളിൽ നിന്നുള്ള വായിച്ചറിവ് പ്രാധാന്യമുള്ളത് തന്നെ എങ്കിൽ പോലും അനുഭവങ്ങളിലെ അറിവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മില്ലേനിയന്റെ ഈ ജേർണിയില് സിലബസ് പോലും ഇല്ലാതെ പഠിച്ച് പിന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് വന്നൊരു അപ്രോച്ചിന്റെ കാര്യം പറഞ്ഞു. ആ 2 അറ്റംപ്റ്റുകളിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തായിരുന്നു? ഈ നെറ്റ് ക്രാക്ക് ചെയ്ത ഈ അവസാനത്തെ അറ്റംപ്റ്റിലാണ് വളരെ കൃത്യമായിട്ട് എങ്ങനെ പരീക്ഷ എഴുതണം, പരീക്ഷ സമയത്തുള്ള കാര്യങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കിവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഉള്ളപ്പോഴത്തേക്കും എങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. നമുക്ക് സബ്ജക്ട് നോളജോ അല്ലെങ്കിൽ ഈ പേപ്പർ 1 നോളജിനെക്കാട്ടി കൂടുതൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന് മാത്രമായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം ആദ്യം ഉള്ള 2-3 തവണ എഴുതുമ്പോഴും ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 150 ക്വസ്റ്റ്യൻ നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇപ്പം നമുക്ക് ഓൾറെഡി ഉള്ള ഇത്ര നാൾ പഠിച്ചതും അല്ലാതുള്ള അറിവുകൾ കൊണ്ട് എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് പേപ്പർ ആദ്യം അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയാണ് പിന്തുടരുന്നത്. പിന്നീടാണ് സെക്കൻഡ് പേപ്പർ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചത് റിമെമ്പർ ചെയ്ത് എഴുതാമെന്ന് ആദ്യം അറ്റൻഡ് ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് ഈ പറയുന്ന കോമൺ സെൻസും നമുക്ക് കുറച്ച് DA ഒക്കെ സമയമെടുത്തൊക്കെ ചെയ്യേണ്ടതൊക്കെ അത്തരത്തിൽ ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു പഠനം ഉണ്ടായത് ഈ അവസാനത്തെ അറ്റംപ്റ്റിലാണ്. മില്ലേനിയൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. മില്ലേനിയൻ പറഞ്ഞിരുന്നു, ചോദ്യം എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനും പിന്നെ 4 ഓപ്ഷൻ എന്നല്ല, ആ 4 ഓപ്ഷന് കൂടി ചേരുന്നതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. മില്ലേനിയൻ ആ സ്റ്റുഡൻസിനോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് നോട്ട് ചെയ്ത ഒരു പോയിന്റ്. നിങ്ങളും അത് ഓർത്തോണം. കാര്യം നെറ്റ് പരീക്ഷയിൽ ഉത്തരം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നിങ്ങളായിട്ടൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ട, ആ ചോദ്യത്തെ മുഴുവൻ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുകയും അതിലെ ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്താൽ മതി. DA ഒക്കെ ആണെങ്കിൽ, RC പോലെയുള്ള ഏരിയകളാണെങ്കിൽ എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഒന്ന് പറക്കിയെടുത്താൽ മതി. ചില കാൽക്കുലേഷൻസ് ഒന്ന് ചെയ്താൽ മതി, അല്ലേ? അതാണ് പുതുതായിട്ട് വന്നവരടുത്തും പറയാനുള്ള കാരണം. ഇവിടെ UGCയും ഈ NTA ഒക്കെ എക്സാം നടത്തുന്നത് ഒരു നല്ലൊരു അധ്യാപകനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുന്നത്, ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ്റ്ററിനേക്കാളും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ നോളജ് സൃഷ്ടിക്കുന്ന ആളാണ്. ആ ഒരു ലെവലിലേക്കുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമിൽ ഏറ്റവും ആദ്യം അവർ അളക്കുന്നത് ഈ പറയുന്ന ഒരു നമ്മളൊരു കോമൺ സെൻസും നമുക്ക് ആ ഒരു 10-60 വിദ്യാർത്ഥികളുടെ മുമ്പിൽ പോയി നിന്ന് അവരെ ഗൈഡ് ചെയ്യാനുള്ള, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടോ എന്ന് അളക്കുന്ന ഒരു എക്സാമാണ് ഏറ്റവും ആദ്യം. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ ഒരു 4 ഓപ്ഷനിൽ ഒരെണ്ണം പിക്ക് ചെയ്യുക എന്നുള്ളതിനകത്ത് നമുക്ക് പഠിച്ച അറിവിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കോമൺ സെൻസ്, പ്രത്യേകിച്ച് പേപ്പർ 1 കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ശീലിക്കുമ്പോൾ പിന്നെയും ആ ഒരു രീതി നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്രദമാകും. ഞാൻ ഈ ക്ലാസ്സിൽ എപ്പോഴും പറയാറില്ലേ, പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പണ്ടൊക്കെ ഞാൻ ആദ്യം വിചാരിക്കും പഠിക്കുന്ന റെലവൻ്റ് എന്ന്. ഈ 5 സൈക്കിള് കുട്ടികളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യമാണ്, ആ 3 മണിക്കൂറിലെ നമ്മുടെ മൈൻഡ് സെറ്റും പെർഫോമൻസും നമ്മുടെ ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാനുള്ള കഴിവും ഇതിൽ ആവശ്യമില്ലാത്തത് എലിമിനേറ്റ് ചെയ്യാനും നല്ല ഓപ്ഷനെ എഡ്യൂക്കേറ്റഡ് ഗസ്സിലൂടെ തെരഞ്ഞെടുക്കാനുള്ള സ്കില്ലാണ് JRF നെറ്റിലേക്ക് എത്തിക്കുന്നത്. ആ ബേസ് എപ്പോഴും നമ്മൾ പഠിക്കണം, പഠിക്കണ്ടെന്നല്ല, അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. മില്ലേനിയനും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നാ എനിക്ക് മനസ്സിലാവുന്നത്, അല്ലേ? ആ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മാത്സിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഒരു കാര്യത്തെ നമ്മൾ മാത്സ് ക്വസ്റ്റ്യനായിട്ട് അഭിമുഖീകരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തിൻ്റെ 50% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് × 50/100 എന്നൊക്കെ ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളവിടെ ചെയ്യുന്നത് എന്തുവാ, ആ ഉള്ളതിൻ്റെ പകുതിയാക്കി പോരെ. ഇപ്പം നമ്മൾ അതേ വിദ്യാർത്ഥിക്ക് തന്നെ ഒരു 6 മുട്ടായി കൊണ്ട് കൊടുത്തിട്ട് പകുതി എടുത്തിട്ട് പകുതി സുഹൃത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ അവർ 3 എടുക്കും. പക്ഷെ ഇതേ സാധനം ഒരു ചോദ്യമായിട്ട് വന്നാൽ പിന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും ഫ്രാക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പം പ്രത്യേകിച്ച് മാത്സിൻ്റെ കാര്യത്തിൽ, മാത്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സയൻസോ അല്ലെങ്കിൽ പുതിയ നോളജ് ഒന്നുമില്ല, ഓൾറെഡി ഉള്ളതിനെ കുറച്ച് വാക്കുകൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ചോദ്യം വായിച്ച് എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കി ചെയ്താൽ മാത്സ് വളരെ എളുപ്പമാണ്. റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ക്ലാസ് തുടങ്ങും പറയുന്ന ഒരു കാര്യമല്ലേ. 8ാം ക്ലാസ് വരെയുള്ള കണക്ക് മതി. നമ്മുടെ ഈ ട്രിഗ്നോമെട്രിയോ
അല്ലെങ്കിൽ ജിയോമെട്രിയുടെ ആപ്ലിക്കേഷനോ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനോ ഹാമിൽട്ടോണിയനോ അങ്ങനത്തെ ഒരു പ്രത്യേക ഓപ്പറേറ്ററോ ഒന്നും പഠിക്കണ്ട. നമ്മൾ ബസ്സിൽ കയറിയ ടിക്കറ്റിന് പൈസ കൊടുത്ത് ബാക്കി കിട്ടുന്ന പരിപാടി. അതേ ബസ്സിൽ കയറിയ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഒരു 10 രൂപ ടിക്കറ്റ് ഇപ്പം നമ്മളെ കുറെ 5 രൂപയുടെ തുട്ടുണ്ട്, നമ്മളെപ്പോഴും 2 തുട്ടെടുത്ത് കൊടുക്കും. പക്ഷെ ഇതേ സാധനം തന്നെ ഇപ്പോൾ ഒരു കണക്കായിട്ട് ചിലപ്പോൾ ആൾക്കാർ 10/2 എന്നൊക്കെ എഴുതി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഈ ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി മാത്രം ഉണ്ടായാൽ മതി. പലപ്പോഴും ഈ ഭൂതത്തിനെയൊക്കെ കാണുന്ന പോലെ മാത്സിനെ കാണുന്ന. അതെ, അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും സമയത്ത് അവർ മാത്സിനെ ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നവരാണ് പിന്നീട് ഈ ക്വസ്റ്റ്യൻ മാത്സ് ആണല്ലോ ഒരു എക്സ് എന്നൊക്കെ കാണുമ്പോഴേ ബോധം പേടിക്കുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ തന്നെ മാത്സ് പകുതി എളുപ്പം. തീർച്ചയായിട്ടും എനിക്കൊരാൾ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എന്ത് സന്തോഷം എന്നറിയോ. കാര്യം ഒരുപാട് പേര് മാത്സ് എന്നുള്ളതിന്റെ മാന്ന് കേൾക്കുമ്പോഴേ ഭൂതത്തെ കണ്ടോ തന്നെ അത് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും കറക്കി കുത്തൊക്കെ ചെയ്യാണ് പലരും ചെയ്യുന്നത്. ഈ ഫിയർ ഓഫ് അൺനോൺ ആണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം. ഭൂതത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ചാടി വീണ് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. എന്നാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ ലൈഫ് പാർട്ട്ണറോ ഒക്കെ വാതിൽ തുറന്ന് കയറി വന്നാൽ സാധാരണ മനുഷ്യരാരും പേടിക്കുന്ന കണ്ടിട്ടില്ല. അതുപോലെ കണക്കും നിങ്ങളൊന്ന് അടുത്തറിഞ്ഞാല് പേടി മാറ്റി വെച്ച് കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്താൽ അതും എളുപ്പമാവും. മിലേനിയന് ആ ഒരു പോയിന്റ് കൂടി നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. ഇനി മെയിനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു 3 സ്റ്റഡി സ്ട്രാറ്റജികൾ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നു, കുറെ കാര്യങ്ങൾ കേട്ടു, പ്രാക്ടീസ് ചെയ്തു, നമ്മൾ ടെസ്റ്റ് ഒക്കെ എടുത്തു. മിലേനിയൻ്റെതായിട്ടുള്ള സമയത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഈ പഠനത്തെ അപ്രോച്ച് ചെയ്തത്, എന്തൊക്കെയാ ചെയ്തിരുന്നത്? ഞാൻ കരുതുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് സമയം ആയിട്ട്, അതായത് ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം എന്ന ലക്ഷ്യത്തിലുപരി നമുക്ക് എന്താണ് നേടേണ്ടത് എന്നാണ് ലക്ഷ്യമായിട്ട് വെക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം എനിക്കും ഒരു ദിവസം 2-3 മണിക്കൂർ പഠിക്കുക എന്നതിലുപരി നെറ്റ് കിട്ടാനേ പഠിക്കുക. ചിലപ്പോൾ എൻ്റെ ഒരു ദിവസത്തിൽ എനിക്ക് ഒരു വിവാഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. ചിലപ്പോൾ എനിക്ക് അതിന് പോകേണ്ടി വന്ന് ഈ പറയുന്ന എൻ്റെ ടാർഗറ്റ് ടൈം ആയിട്ടുള്ള 2 or 3 എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ അവിടെ പോയത് നമുക്ക് അടുത്ത ദിവസം പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിലൊരു 12 മണിക്കൂറോ മറ്റോ നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയിലുള്ള പ്രാഥമികമായിട്ടുള്ള ഉറക്കമടക്കമുള്ള കാര്യങ്ങൾക്ക് മതി. ബാക്കിയുള്ള 12 മണിക്കൂർ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാം. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലൊക്കെ, പ്രത്യേകിച്ച് നെറ്റൊക്കെ എഴുതുന്ന മഹാഭൂരിപക്ഷ ആളുകളും യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പം ആ സമയത്തുള്ള ആ ഒരു ബാക്കിയുള്ള ഒരു 12 മണിക്കൂർ, അതിനകത്തിപ്പം 12 മണിക്കൂർ നെറ്റ് പഠിക്കണമെന്നല്ല, പറ്റുന്ന അത്രയും. കാരണം നെറ്റിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് ഒരിക്കലും ഈ പറയുന്ന സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ എക്സാം പഠിക്കുന്നത് പോലുള്ള ബോറാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്ന രീതിയിലുള്ളതല്ല. കാരണം നമുക്ക് നെറ്റിന് വേണ്ടി പഠിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൽ നോളജ് കൂട്ടുക എന്നതിലുപരി ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റ് പേപ്പറിലൊക്കെ മാത്സ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചെയ്ത് നമുക്കൊരു ഉത്തരത്തിലേക്ക് കിട്ടിയാലുള്ള സന്തോഷമൊക്കെ ചിലപ്പോൾ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് സമയത്തിലുപരി നമുക്ക് എന്താണ് വേണ്ടുന്നത്, പ്രത്യേകിച്ച് നെറ്റിനൊക്കെ കൃത്യമായ സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസിലുള്ളത് പൂർത്തീകരിച്ച് പോവുക എന്നുള്ള രീതിയാണ് ഞാൻ പിന്തുടരുന്നത്. അതാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതിനെ പറ്റിയുള്ളൊരു ഒപ്പീനിയൻ? PYQ പല 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് മേജറായിട്ടുള്ളത്. സിലബസ് ആണ് മെയിൻ, PYQ വേണ്ട. ചിലർ പറയും PYQ മാത്രം പ്രാക്ടീസ് ചെയ്ത് പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നെറ്റൊക്കെ കിട്ടുന്ന ചാൻസ് വളരെ കുറവാണ് ഞാൻ കണ്ടെടുത്തോളം. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് എവിടെയാണ്? PYQനെ പറ്റിയുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഏറ്റവും ആദ്യം സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ബേസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നത്. പിന്നീട് എന്തായാലും നമ്മൾ PYQയിലോട്ട് പോകണം. കാരണം നമ്മൾ ഈ പഠിച്ചു വെച്ചതിനെ അപ്ലൈ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയിലാണ്. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതിനകത്ത് ഇപ്പം PYQ ചെയ്താൽ തന്നെ അതിൽ 4 ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ആ 4 ഓപ്ഷനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഇപ്പം ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ആ ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള, ആ ചോദ്യം തന്നെ വരണമെന്നില്ല, ആ ചോദ്യമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ പഠിച്ചതിനകത്ത് ചിലപ്പം അത് വെച്ചിട്ട് ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള PYQയും സിലബസും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ആദ്യം സിലബസിലുള്ളത് കുറച്ച് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കുക. പിന്നീട് ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത് മനസ്സിലാക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോളജ് പിന്നെയും സിലബസിൽ നിന്ന് എടുത്ത് അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്ത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകണം. അതെ. താങ്ക് യു. അപ്പോൾ കുട്ടികളുടെ അടുത്ത്
ഇനിയും ഉള്ള നമ്മുടെ ഒരു സെഗ്മെന്റ് അതാണ്. കുറെ സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടാവും. പലപ്പോഴും ഇന്റർവ്യൂവിനായിട്ട് വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ പറയും, ഞാൻ ഇൻസ്പയർഡ് ആയത് ഇങ്ങനത്തെ മറ്റൊരു ഇന്റർവ്യൂ കണ്ടിട്ടാണ്. അപ്പൊ മില്ലേനിയനെ ശ്രവിക്കുന്ന നമ്മളെ ഇന്ന് കാണുന്ന വിദ്യാർത്ഥികളോട്, നെറ്റിനായിട്ടും JRF-നായിട്ടും ഒക്കെ ഇനിയും തയ്യാറെടുക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും ആദ്യം തന്നെ ഇനി അടുത്ത വരുന്ന എക്സാം ഡിസംബറിലാണ്. അപ്പം ഒരുപാട് സമയമുണ്ട്. ഒരു സ്ലോ പേസിൽ ഇപ്പം തുടങ്ങിയാൽ തന്നെ നമുക്ക് ഒരു JRF ഒക്കെ ക്രാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എത്താനുള്ള സമയമുണ്ട്. അപ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ സിലബസ് മനസ്സിലാക്കി, സിലബസിനകത്തുള്ള സബ് ടോപ്പിക്കുകളുണ്ട്, ആ സബ് ടോപ്പിക്കുകൾ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ ഭയമില്ലാതെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. ഇപ്പം നെറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും 6% മാത്രമാണ് വിജയം, അപ്പം തോക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കരുതാതിരിക്കുക. കാരണം ആ 6ൽ വരുന്നവരും ഇതുപോലെ നമ്മളിപ്പോലെ ഈ പറയുന്ന ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് വന്ന ആളുകളാണ് ആ 6%. അതിൽ നമുക്കും വരാൻ തീർച്ചയായും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാനൊരു 3 തവണ ഒന്നും പഠിക്കാതെ പോയിട്ട് എനിക്ക് PhD ഓൺലൈൻ കിട്ടിയത്. പിന്നീട് പഠിച്ച സമയത്ത്, പ്രിപ്പയർ ചെയ്ത സമയത്ത് നെറ്റ് കിട്ടി. അപ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ ഇപ്പം ഈ ഒരു പ്രത്യേകിച്ച് 2025 ഇപ്പം എല്ലാ ആളുകളും കോച്ചിങ് എടുക്കുകയും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ഏതെങ്കിലും I+ ഒരു നല്ലൊരു എക്സാമ്പിളാണ്. അത്തരത്തിലുള്ള ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി പഠിക്കുക. പ്രത്യേകിച്ച് മാത്സ് പോലുള്ള കാര്യങ്ങളെ പേടിയോടെ അല്ലാതെ ആ ചോദ്യത്തെ വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മളെ ലൈഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. അത്തരത്തിൽ PYQവും ഈ പറഞ്ഞ പോലെ സിലബസൊക്കെ ബാലൻസ് ചെയ്ത് പഠിക്കുക. അത്തരത്തിൽ ഭയമില്ലാതെ ഒരു ലക്ഷ്യം വെച്ച് ഒരു 3-4 മാസം വളരെ കൃത്യമായിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിച്ചാൽ തീർച്ചയായും നെറ്റും JRF ഒക്കെ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു മില്ലേനിയൻ. താങ്ക് യു സാർ. സമയം ഇത്രത്തോളം നീക്കി വെച്ച് ഇന്നത്തെ ദിവസം വന്നു. അതോടൊപ്പം ഈ ഇൻസൈറ്റുകൾ ഷെയർ ചെയ്തു. ഒരുപാട് നന്ദി. മുന്നോട്ടും മില്ലേനിയൻ്റെ കരിയറിലും സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുക്കാനാവട്ടെ, നല്ലൊരു അധ്യാപകൻ എന്നുള്ള നേടി പേരെടുക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സാർ. അതുപോലെ തന്നെ ഈ I+നും ഇനിയും തുടർന്ന് ഒരുപാട് നെറ്റും JRF ഒക്കെ ഉള്ള വിജയികളെ സൃഷ്ടിച്ച് ഈ ജൈത്രയാത്ര വളരെ അധികം കാലം തുടരട്ടെ എന്ന് സാറിനോട് ആശംസിക്കുന്നു. താങ്ക് യു.